ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ കണ്ണുമിഴിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുതേ. പതിവില്ലാതെ 6 മണിയായപ്പോൾ എഴുന്നേറ്റുകൊണ്ട് ഉള്ള ക്ഷീണമാണ്. രാവിലെ തന്നെ ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വഴികളെല്ലാം കാണിച്ചു തരാം. എന്നാൽ പിന്നെ നമുക്കങ്ങോട്ട് പോയാലോ? ഞാൻ റെഡിയായി. എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതും രാവിലെ. ചെമ്പരത്തിപ്പൂവേ ചൊല്ല്, ദേവനെ നീ കണ്ടോ? ദേവൻ കണ്ടാലും ഇല്ലേലും ഞാൻ കണ്ടു. നല്ല ചുവന്ന് തുടുത്ത ചെമ്പരത്തിപ്പൂക്കൾ. ഒത്തിരി പക്ഷികളുടെയൊക്കെ നിർത്താതെയുള്ള ചിലചിലാന്നുള്ള ചിലപ്പ് കേൾക്കാൻ പറ്റും. ഈ പക്ഷികളുടെയൊക്കെ ഒച്ചയും ചെറിയ തണുപ്പും ഇളം വെയിലും ഒക്കെ കൊണ്ട് ഇങ്ങനെ രാവിലെ നടക്കാനായിട്ട് എന്നാ രസമാണ്. പ്രത്യേക എനർജിയാണ്. അങ്ങനെ നടന്നു വന്നപ്പോൾ സൈഡ് വശത്തായിട്ട് കാപ്പിമല നിൽക്കുന്ന കണ്ടു. ഇതാണ് കാപ്പിക്കുരു. പിന്നെ കാപ്പിപ്പൂവുണ്ടേ, ഇതാണ് കാപ്പിപ്പൂ. കാപ്പിപ്പൂ കാണിച്ചു തന്നില്ല എന്നിനി പറയരുത്. വെള്ളപ്പൂക്കളാണ്, നല്ല മൈൽഡായിട്ടുള്ള പ്ലസന്റ് സ്മെല്ലാ. മിക്കപ്പോഴും ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാണാം. വഴിയുടെ സൈഡിലായിട്ട് ഇതുപോലെ കോളാമ്പി പൂവൊക്കെ നിൽപ്പുണ്ട്. ഞങ്ങൾ കോളാമ്പി എന്നാണ് പറയുന്നത്, മഞ്ഞ കോളാമ്പി. ഇത് ബൊഗൈൻവില്ല. ബൊഗൈൻവില്ലയൊക്കെ പിന്നിലാക്കി ഞാനിങ്ങനെ മുന്നോട്ടേക്ക് നടന്നു വന്നപ്പോഴത്തേക്ക് ഏറെ നാളായി കാണാൻ കൊതിച്ചൊരു കാര്യം ഞാൻ കണ്ടെത്തി. ടൻ വേറൊന്നുമല്ല, നമ്മുടെ തൊട്ടാവാടി. തൊട്ടാവാടിയെ കിട്ടിയ സ്ഥിതിക്ക് ഞാനൊന്ന് തൊട്ട് നോക്കി. തൊട്ടിട്ടും ശരിക്കും മതിയാവുന്നില്ലായിരുന്നു. തണൽ മരങ്ങളാണേ, നല്ല ഭംഗിയുള്ള മരങ്ങൾ. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ വേരുകളാണെന്ന് തോന്നുന്നു ഇതുപോലെ താഴേക്ക് ഇങ്ങനെ പന്തലിച്ച് കിടപ്പുണ്ട്. പിന്നെ ദേ ഈ കാണുന്നത് മമ്മൂട്ടി വീട്. ഇതിനെ ഞാൻ അങ്ങനെ വിളിക്കുന്നത്, കാരണം അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. പിന്നെ ഈ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു കടകളൊന്നും തന്നെ രാവിലെ തുറന്നിട്ടില്ല. നമ്മൾ വേറെ എങ്ങോട്ടുമല്ല, മീൻ വാങ്ങാനായിട്ട് ഫ്രഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ കടയിലോട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് പൂക്കൾ കണ്ടു. അത് ഞാനൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. വീഡിയോ എടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളെ കാണിക്കണ്ടേ? കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല ലാവൻഡർ ഷെയ്ഡിലുള്ള പൂക്കളാണ്. കുറേ എണ്ണം ഈ മതിലിൻ്റെ താഴെ ഇങ്ങനെ പൊഴിഞ്ഞും കിടപ്പുണ്ട്. അങ്ങനെ മീൻ വാങ്ങുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഫ്രഷ് മാർക്കറ്റ്, കോഴി, മീൻ, പോത്ത്, കടൽ, കായൽ മത്സ്യങ്ങൾ, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും ഇവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങുന്നത്. ഇവരെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് ക്ലീൻ ചെയ്ത് തന്നെ തരും. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും, ഷെടാ ഈ മീൻ കടയിലോട്ടാണല്ലോ രാവിലെ തന്നെ ഈ പെണ്ണുപിള്ള കൂട്ടിക്കൊണ്ട് പോയത്, അതിനാണോ ഇത്രയും ബിൽഡപ്പൊക്കെ കൊടുത്തതെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ പോരുന്ന വഴിയിൽ എല്ലാ കാര്യങ്ങളും ആശ്രയിച്ചല്ലേ വന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. ബൈ ദ വേ, ഞാൻ പറഞ്ഞു വന്നത്, സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കരുത്. ഏതൊരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും സന്തോഷം കണ്ടെത്തണം. സന്തോഷത്തിന്റെ കീ നമ്മുടെ കയ്യിലാണേ. ഒരുപാട് ചെടികൾ ഇങ്ങനെ കണ്ണും നട്ട് റോഡിലോട്ട് നോക്കിയിരിപ്പുണ്ടായിരുന്നേ. അതിലൊന്നാണ് ദേ ഈ ശംഖുപുഷ്പം. ശംഖുപുഷ്പം മെഡിസിനൽ പ്ലാന്റും കൂടെയാ. പിന്നെ ദേ ഈ കാണുന്നത് രാജമല്ലി. രാജമൗലി അല്ല, രാജമല്ലി. ഇതിന്റെ പേര് രാജമല്ലി തന്നെയല്ലേ? ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം കണ്ട് നേരെ മുന്നോട്ട് നടന്നു. ഇത് മാതാവിന്റെ കപ്പേളയാണേ. അങ്ങനെ പോകുന്ന വഴി ഒരു പൂച്ച മേടത്തിന്റെ മുന്നിൽ ചെന്ന് പെട്ടു. കക്ഷി ആദ്യമായിട്ട് കാണുമല്ലേ, എന്നാൽ അടുത്ത് ചെന്നൊന്ന് പരിചയപ്പെടാലോ എന്നും ഞാനും കരുതി. ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇരിപ്പായി ഞങ്ങള്. അവൾ എന്നോട് അവിടെ കുറേ പരിഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവിടെ ഭാഷയിൽ. ഉടനെ അടുത്തോട്ട് ഓടി വന്ന അവിടെ പൂച്ചക്കുട്ടി. ഹമ്പടാ, നല്ല മീൻ്റെ മണം. എനിക്കൂടെ ഒരു കഷ്ണം തരാവോ എന്ന് ചോദിച്ച ആശാട്ടി പതുക്കെ കൂടെ കൂടി.
കക്ഷി പുറകേന്ന് മാറുന്ന ലക്ഷണമേ ഉണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും പുറകെ വന്നുകൊണ്ടേയിരുന്നു. അവസാനം പൂച്ചമ്മയ്ക്കും പൂച്ചക്കുട്ടിക്കും ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പായി. കാര്യം മീൻ വാങ്ങാനായിട്ടാണ് പോയതെങ്കിലും വഴിയിൽ ഞാൻ ഒബ്സർവ് ചെയ്ത ഓരോന്നും എനിക്ക് ഹാപ്പിനെസ് തന്ന കാര്യങ്ങളാണ്. ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നല്ലേ പറയുന്നത്, അതുപോലെ നടക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. നിങ്ങൾക്കൊന്ന് റിലാക്സ് ആകണോ എങ്കിൽ എങ്ങും പോകണ്ട, ഒന്നും ചെയ്യാൻ വേണ്ട. ജസ്റ്റ് മോർണിംഗ് ഓർ ഈവനിങ് ഒന്ന് നടന്നാൽ മാത്രം മതി. വെറുതെ നടക്കരുത്, പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ആ പ്യുവർ ഫ്രഷ് എയറൊക്കെ ഒന്ന് ശ്വസിച്ചുകൊണ്ട് അതിലെ ജീവജാലങ്ങളെയൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടൊന്ന് നടന്നു നോക്കിയേ. എവിടെ നിന്നും കിട്ടാത്ത ഒരു ഹാപ്പിനെസ് നിങ്ങളെ തേടി വരുന്നത് കാണാം. അപ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. പീസ് ബി വിത്ത് യു.